ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദൂരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ അതിന്റെ പിന്നിൽ എന്തായിരുന്നു? അപ്പോൾ ഒരു ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം അല്ലേ? എന്തായാലും പഠിക്കാൻ നോക്കുന്നു, പിന്നെ ട്രൈ ചെയ്യുന്നതിന് അതിനകത്ത് വേറെ ഒന്നും നോക്കില്ല. പിന്നെ ദൂരവും ഡിസ്റ്റൻസ് അതൊന്നും പിന്നെ ആലോചനയിൽ വന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള ബാരിയേഴ്സ് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുക. എപ്പോഴും നമ്മൾ ബാരിയേഴ്സ് പൊട്ടിച്ചെറിയുമ്പോഴത്തേക്കാണ് നമുക്ക് പുതിയ പുതിയ ഡയമെൻഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സഹകര റേസ് പ്ലസിൻ്റെ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ്. മട്ടന്നൂരിൽ നമ്മുടെ അനുരാഗിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അനുരാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള മിക്കവാറും ആൾക്കാരെല്ലാം ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ശരിക്കും അതിൽ എന്നാ മോനെ എത്തുന്നത്? സഹകരയിലേക്ക് എത്തുന്നത്? ഞാൻ സഹകരയിൽ ഏകദേശം ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഫെബ്രുവരി സമയത്താണ്. അപ്പോൾ JC-യുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേക്കാണ് അങ്ങോട്ടേ എത്തുന്നത്. അപ്പോഴത്തേക്കും അതിന് മുന്നേ ഓൺലൈൻ ഉണ്ടായിരുന്നോ? അതിന് മുന്നേ ഓൺലൈനിൽ ജസ്റ്റ് CSEB ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓഫ്ലൈനൊക്കെ തിരുവനന്തപുരത്തേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. എന്തായിരുന്നു പ്രശ്നം അതിൻ്റെ? അല്ല, ഏതാണ്ട് ഓൺലൈനിലെ പ്രശ്നം എന്തായിരുന്നു? അല്ല, CSEB കുറേ വർഷമായി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. ഇനിയൊന്ന് പിൻവലിയ, ഇനിയിപ്പോൾ ഇത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫീൽഡ് വിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നതായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റ് ട്രൈ പോലെയാണ് കേരള ബാങ്കും JC എത്തിപ്പെട്ടത്. അങ്ങനെയാണ്. അപ്പോൾ അവസാനം നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയിട്ട് വീട്ടിൽ നോക്കിയിട്ടും പറ്റണല്ലോ. ഏതായാലും ഒരു ലാസ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ അറ്റ കൈക്ക് വണ്ടി കയറി. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു തുടക്കമായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നീ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു നേരത്തെ? സ്വന്തമായിട്ട് ഞാൻ അല്ലാതെ കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒറ്റക്കും കമ്പൈൻ സ്റ്റഡിയിലായിട്ട് നടത്തി. എന്നാലും അത്രത്തോളം CSEB അതിന് ഒരു 3-4 വർഷമായി ട്രൈ ചെയ്യുന്നു. പിന്നെ ഒരു CSEB ലിസ്റ്റിലൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. അതിനുശേഷമാണ് പിന്നെ ഒന്ന് മാറ്റിയൊന്ന്. അവിടെ വന്നപ്പോഴത്തേക്കും എന്തൊക്കെ വ്യത്യാസമാണ് പൊതുവെ? എസ്പെഷ്യലി നമുക്ക് റാങ്ക് ഞാൻ പറഞ്ഞില്ല, റാങ്ക് എത്രയാണ്? റാങ്ക് 90ാമത്തെ റാങ്കാണ്. ഏകദേശം 75,000-ഓളം ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ 90ാം റാങ്ക് മേടിച്ച ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും CSEB ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നിന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രയും റിമാർക്കബിൾ ആയിട്ടുള്ള റാങ്കിലേക്ക് വരുന്നതിൽ ഉണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, പാറ്റേണിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പാറ്റേണിലെ വ്യത്യാസം എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് റിവിഷൻ ചെയ്തു. പിന്നെ കമ്പൈൻ സ്റ്റഡി സഹകരിലെ ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഇപ്പം സനോജ് സാറ്, നമ്മളെ സനോജേട്ടനായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാമായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തി. അങ്ങനെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിവിഷൻ ചെയ്തതോടുകൂടിയാണ് വ്യത്യാസമാണ്. റിവിഷന്റെ പ്രാധാന്യം എപ്പോഴും നമ്മൾ എല്ലാ സക്സസ് സ്റ്റോറിയിലും വെബിനാറിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ രാത്രി ഇരുന്നുള്ള സ്റ്റഡി ഉണ്ടായിരുന്നു? രാത്രി ഇരുന്ന്, അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ദിവസവും പിന്നെ കനകക്കുന്നു അതേപോലത്തെ സെന്ററിൽ പോയി ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ്ലൈൻ സെന്ററിൽ വന്ന് അവിടെ നിന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേകതയാണ്. അവർക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് കൂടിയാണത്. കാരണം അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത എല്ലാവരും ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. യൂട്ടിലൈസ് ചെയ്ത അത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ വരില്ല എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ പോലും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ റാങ്കുകാരെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ എസ്പെഷ്യലി അവിടെ ഓഫ്ലൈൻ സെന്ററിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുന്ന എന്തെങ്കിലും സംഭവം? അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പറയാനാണെങ്കിൽ അവിടെയുള്ള ഒരു പരീക്ഷയിൽ ഞാൻ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ തന്നെ ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിൽ നമ്മളൊരു ഡൗട്ടാണ്, ഇത് ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം. അപ്പം നമുക്ക് ആ ഒരു ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള. CSEB വരുന്നില്ല, പിന്നെ ഇതും വരുന്നില്ലെങ്കിൽ ഒരു മനസ്സിലുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എത്തിയെന്നതാണ്. ഓഫ്ലൈൻ അവിടെ മന്ത്ലി എക്സാം നടക്കുമ്പോൾ എത്ര റാങ്ക് വരുമായിരുന്നു? മന്ത്ലി ഒരു 50 ആ റേഞ്ചിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങളത് ഒരു എന്താ പറയുക, ഒരു സിനാറിയോ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സിനാറിയോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ മത്സര പരീക്ഷകളിൽ ആദ്യം വന്നു തുടങ്ങി കഴിഞ്ഞാൽ, കാരണം നമുക്ക് വീക്കിലി എക്സാമിനേഷൻ ഉണ്ട്, മന്ത്ലി എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള ഒരുപാട് പേര് എന്നെ വെറുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ വെറുപ്പ് മാറുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ്? ഈ ഒരു അവസരത്തിലാണ് വെറുപ്പ് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഒരു ദിവസം വരും ഇതുപോലൊരു ദിവസം, ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ദിവസം വരും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്ന വഴക്കിനും അതുപോലെ എല്ലാ എന്താ പറയുക, മാനസിക പീഡനം എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇനി എന്നൊന്നും പറയില്ല സാറേ. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലായിടത്തും നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു സന്തോഷം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വരണം, അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും വരുന്നത് അല്ലേ മോനെ? ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു
ദൂരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? നമുക്ക് ഇത്രയും അപ്പോൾ ഒരു ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം അല്ലേ? അതിൻ്റെ എന്തായാലും പഠിക്കാൻ നോക്കുന്നു, പിന്നെ ട്രൈ ചെയ്യാൻ തന്നെ ട്രൈ ചെയ്യുന്നതിന് അതിനകത്ത് വേറെ ഒന്നും നോക്കില്ല. പിന്നെ ദൂരവും ഡിസ്റ്റൻസ് അതൊന്നും പിന്നെ ആലോചനയിൽ വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലിസ്റ്റിൽ വരിക എന്നുള്ളത് മാത്രമേ നമ്മളെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള ബാരിയേഴ്സ് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുക. എപ്പോഴും നമ്മൾ ബാരിയേഴ്സ് പൊട്ടിച്ചെറിയുമ്പോഴത്തേക്കാണ് നമുക്ക് പുതിയ പുതിയ ഡയമെൻഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.